ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രബിന്ദു, താളം, അത് തൗഹീദാണ്. മനുഷ്യൻ്റെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ചരാചരങ്ങളും, മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളും അള്ളാഹുവിനെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അശ്ശംസു തജ്രീ ലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ ചരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. സൂര്യന് സ്വന്തം ഇഷ്ടപ്രകാരം ചലിക്കാനോ ചലിക്കാതിരിക്കാനോ കഴിയില്ല. പ്രപഞ്ചത്തിലെല്ലാ വസ്തുക്കളും പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ്റെ നല്ലൊരു ഭാഗവും മനുഷ്യൻ വിചാരിച്ചാലും അവന് മാറ്റാൻ കഴിയില്ല. ഇപ്പം മൂക്ക് എൻ്റേതാണ്, മൂക്കുകൊണ്ട് നാളെ മുതൽ ഞാൻ കേൾക്കട്ടെ എന്ന് വിചാരിച്ചാൽ കഴിയില്ല. ചെവി എൻ്റേതാണ്, നാളെ മുതൽ ചെവി കൊണ്ട് ഞാൻ വാസനിക്കട്ടെ എന്നൊരാൾ വിചാരിച്ചാൽ കഴിയില്ല. കാരണം ചെവി കൊണ്ട് കേൾക്കാനേ പറ്റൂ, മൂക്കുകൊണ്ട് വാസനിക്കാനേ പറ്റൂ, കണ്ണുകൊണ്ട് കാണാനേ പറ്റൂ. ആ അർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അതിലില്ല. പിന്നെ എവിടെയാണ് സ്വാതന്ത്ര്യം? എന്ത് വാസനിക്കണം, എന്ത് വാസനിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ. മൂക്കുകൊണ്ട് വാസനിക്കാനേ പറ്റൂ, പക്ഷെ എന്ത് വാസനിക്കണം, എന്ത് വാസനിക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന്. അപ്പൊ ഈ പ്രവൃത്തിയിൽ ഈ വിവേചനാധികാരം മനുഷ്യന് നൽകി. ആ വിവേചനാധികാരം പടച്ച റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ്. അതും അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുക, അവിടെ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ് മനുഷ്യനോട് പ്രവാചകന്മാർ നിർദ്ദേശിച്ച കാര്യം എന്ന് പറയണം. പ്രവാചകന്മാർ ആഹ്വാനം ചെയ്ത കാര്യം എന്ന് പറയും. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ. നിങ്ങൾ അള്ളാഹുവിന് മാത്രം വിധേയപ്പെടുക, അവനിൽ വേറെ ഒരാളുകയും പങ്കു ചേർക്കാതിരിക്കുക.